നമുക്ക് ഒരു വോയിസ് കേൾക്കാം. ഈ ഫിറോസ് എന്ന് പറയുന്ന ഇയാള് ഈ പറയുന്ന രേണുസുതിയെ കാണാനായിട്ട് വീട്ടിൽ ചെന്ന സമയത്ത് തങ്കച്ചൻ, ഈ രേണുസുതിയുടെ അച്ഛനായിട്ടുള്ള തങ്കച്ചൻ കറക്റ്റ് ആയിട്ട് ഈ പറയുന്ന പുള്ളിക്കാരനോട് പറഞ്ഞു, എന്തുകൊണ്ട് കമ്മീഷൻ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തരുന്നില്ല, ഞങ്ങൾക്ക് വീടിന്റെ നമ്പർ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ തങ്കച്ചൻ പറയുന്നുണ്ട് മക്കളെ, അതൊന്ന് കേട്ടു നോക്ക്. ഇത് തങ്കച്ചൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതിയല്ലോ, പിന്നെ കൊല്ലം സുധിയുടെ ആത്മാവ് കളിക്കുന്ന കളി അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആദ്യം ഞാൻ തങ്കച്ചനോട് സംസാരിച്ച സമയത്ത് തങ്കച്ചൻ പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു. അത് വേറൊന്നുമല്ല, നമ്മുടെ ഈ കെട്ടിടം പണിത അതോറിറ്റി ഉണ്ടല്ലോ, ആ കോൺട്രാക്ടർ, അവർ നമുക്ക് നൽകേണ്ട കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. പണി പൂർത്തീകരിച്ചു, താമസയോഗ്യമെന്ന് പറഞ്ഞാൽ അതാണ് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് പണി ചെയ്തിട്ട് ഇവർ തന്നിട്ടില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ വന്നായിരുന്നു, രേണുവിനെ കാണാനെന്ന് പറഞ്ഞ് ഇവിടെ വന്നായിരുന്നു ഈ ഫിറോസ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാല് പിടിക്കുന്ന പോലെ ഞാൻ പറഞ്ഞു, സാറേ ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവരുടെ കമ്പ്യൂട്ടറിൽ ഇതെല്ലാം കിടക്കുന്ന, അതൊന്ന് ഇവിടെ വന്ന് ആരെങ്കിലും ഒരു സൂപ്പർവൈസർ ആരെങ്കിലും വന്നൊന്ന് അളന്ന് വരച്ച് തന്നാൽ മാത്രം മതി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇല്ല അത് അയാൾ ഇവിടെ ഇല്ല, അയാൾ വിദേശത്ത് പോയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ മറ്റുള്ള കുഴപ്പം കൊണ്ടൊന്നും അല്ലെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കൊണ്ടാണ് ഈ താമസം. ഇനിയിപ്പോൾ അല്ലാതെ ഈ വസ്തു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തന്ന തിരുമേനിയുടെ വസ്തുവായിട്ട് അതിന് ഒരു കേസോ ഒന്നുമില്ല. കാരണം ഈ കെട്ടിടം പണിയണമെങ്കിൽ തന്നെ പെർമിറ്റ് വേണമെങ്കിൽ തന്നെ സ്വന്തം പേരിൽ വസ്തു വേണം, കരം കെട്ടണം, അല്ലേ, വില്ലേജിലുള്ള സകല ഇടപാടും വേണം, എന്നിട്ട് പഞ്ചായത്തുകാർ പെർമിറ്റ് തന്നെ തരുന്നത്. അപ്പം നമ്മുടെ അതെല്ലാം ക്ലിയർ ആണ്, ഒരു കുഴപ്പമില്ല, വസ്തു സംബന്ധമായ ഒരു കേസോ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. ഇവിടെ രേണുവിന്റെ അച്ഛൻ തങ്കച്ചൻ പറയുന്ന കാര്യം കേട്ടല്ലോ, അവര് തന്നെ ഇനി അത് ചെയ്തോളും. ഇവിടെ വീട് പണിത് കൊടുത്ത അവര് ചെയ്യാത്ത കാര്യം അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് എന്താണ്, എഞ്ചിനീയർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴുകുകയാണ്. എടാ, ഒരു വീട് പണിത് കൊടുത്താൽ അതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റും കൊടുത്ത് ക്ലിയർ ചെയ്യണ്ടേ? അത് ചെയ്യാത്തത് ആരാണ്? ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന നന്മമരം തന്നെയാണ്. ഓക്കെ, ഇവിടെ ഈ